ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഭവാനി സർവ്വശാലേൻ്റെ മുമ്പിലാണ്. നിങ്ങൾക്ക് അറിയോ എന്തോ അറിയത്തില്ല, കണ്ണൂർ ജില്ലക്കാർക്ക് കുറേ ആളിപ്പം പരിചയപ്പെട്ട് വരുന്നുണ്ട്. ഇത് പുതുതായിട്ട് തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. ഇത് കണ്ണൂർ ജില്ലയിലുള്ള ചുടല എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് 6 കിലോമീറ്റർ ഉള്ളോട്ട് വന്നാൽ ഇവിടെ എത്താൻ പറ്റും. ഏകദേശം 150 രൂപ ഓട്ടോന് വാങ്ങുന്നുണ്ട്. ഞങ്ങളോട് അത്ര റേറ്റാണ് അവർ വാങ്ങിയിട്ടുള്ളത്. ചുടല അറിയാത്തവർക്ക് പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ അടുത്തു നിന്നും വരാൻ പറ്റും. അവിടുന്ന് ഏകദേശം ഇതേ റേറ്റ് തന്നെയാണ് ഓട്ടോന് കൊടുക്കാനുള്ളത്. ബസ് അധികം ഇല്ല, ഇടയ്ക്കൊക്കെ ഒരു ബസ്സുണ്ട്, ഉച്ചയ്ക്ക് ഉണ്ട് എന്നാണ് പറഞ്ഞത്. നമ്മൾ ആ ബസ്സിന് കണക്കായിട്ട് വന്നിട്ട് നമുക്ക് ബസ് കിട്ടിയില്ല. ഞങ്ങൾ ഓട്ടോനാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഭയങ്കര വെയിലായിരുന്നു. ഇത്ര വെയിലിന് അവിടെ നടക്കാൻ പറ്റൂല. രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ വരണം. ഇവിടെ മുമ്പിൽ കയറുന്ന വഴി മുതൽ മുഴുവൻ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളാണെന്നുള്ളത്. കൂടുതൽ മാവാന്നുള്ളത്. മാവും പ്ലാവും സപ്പോട്ട ഇങ്ങനെയുള്ള എല്ലാ ഫ്രൂട്ട്സിൻ്റെ മാത്രമാണ് കൂടുതലുള്ളത്. ഇവിടെ വരുന്നവർ കുറച്ച് നടന്ന് കാണാനുള്ള തയ്യാറെടുപ്പിൽ വേണം വരാൻ. കുറച്ച് ദൂരം എന്തു വന്നാലും നടക്കേണ്ടി വരും. കാരണം നമ്മൾ ആ ഫസ്റ്റ് എൻട്രൻസ് ഭാഗത്തെത്താൻ തന്നെ ഇത്ര ദൂരം നടക്കേണ്ടി വന്നിട്ടുണ്ട്. കാറ്, ബൈക്ക് അങ്ങനെ സ്വന്തമായിട്ടുള്ളവർക്ക് എല്ലാവർക്കും ഉള്ളിലേക്ക് തന്നെ വാഹനങ്ങൾ കൊണ്ടുപോകാം. അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ട് കാണുന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലാണെങ്കിൽ ഫുഡിൻ്റെ സെക്ഷനാണ് ഈ വലതുഭാഗത്ത് മുഴുവനും. അപ്പോൾ ഞങ്ങൾ മെല്ലെ അവിടത്തേക്ക് പോയി നോക്കാമെന്ന് വിചാരിക്കുന്നു. ഉച്ച സമയമല്ലേ, കയറി നോക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ഫുഡ് കഴിക്കാൻ പോകുന്ന ആ ഭാഗത്ത് നോക്കിയാൽ മുഴുവൻ മാവിൻ തോപ്പുകളാണ് കാണുന്നത്. അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ഇതുപോലെയുള്ള ചെറിയ വീടുകൾ പോലെ ഇങ്ങനെ ആക്കിയ അതിലാണ് ആൾക്കാർ ഫുഡ് കഴിക്കാനിരിക്കുന്നത്. പിന്നെ അതിന് തൊട്ട് മുട്ടിയിട്ടൊരു നല്ലൊരു ആമ്പൽക്കുളം ഉണ്ട് കേട്ടോ. ആമ്പലല്ല, താമരക്കുളം, നീളത്തിലുള്ള താമരക്കുളമാണ്. ആൾക്കാരൊക്കെ ഇങ്ങനെ വെയിലും നടന്നു പോകുന്നുണ്ട്. കുറേ ആൾക്കാർ ഓരോ സ്ഥലത്ത് ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു ഫ്രൈഡ് റൈസിന് ഓർഡർ ചെയ്തിട്ട്, വെജിറ്റബിൾ ഫ്രൈഡ് റൈസാണ് അത് ഓർഡർ ചെയ്തിട്ട് അത് കൊണ്ടുവന്നു. അത് ടേസ്റ്റ് ഉണ്ടോ എന്നറിയില്ല, ആദ്യം ഫസ്റ്റായിട്ട് കഴിക്കുന്ന സ്ഥലമല്ലേ, അതുകൊണ്ട് ഒന്ന് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ രണ്ടാളും കൂടി പകുതി അത് ഷെയർ ആക്കിയിട്ട് കഴിച്ചു. അനു കഴിച്ചപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. നല്ല ടേസ്റ്റുള്ള ഫുഡായിട്ട് തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. വരുന്നവർക്കെല്ലാം വെജിറ്റേറിയൻ ഫുഡൻസ് പലതരത്തിലുള്ള ഫുഡുണ്ട്. പിന്നെ ജ്യൂസ് വേണമെങ്കിൽ ജ്യൂസ്, പിന്നെ അതിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് പാനിപ്പൂരി എല്ലാം ഉണ്ട്. എന്ത് വേണമെങ്കിലും അവിടെ കിട്ടും. നമ്മളിത് വളരെ ചുരുക്കിയിട്ടാണ് കാണിക്കുന്നത്. കൂടുതൽ നമുക്കങ്ങനെ കാണിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് ഏക്കർ കണക്ക് സ്ഥലത്താണ് ഇത് വ്യാപിച്ച് കിടക്കുന്നത്. ഇത് കണ്ടോ, ഇതൊരു നല്ലൊരു അത്തിമരമാണ്. നിറച്ചും അത്തിപ്പഴങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിന് തൊട്ടുമുട്ടിയിട്ട് തന്നെ ഒരു റെസിഡൻസ്, ഒരു താമസിക്കാനുള്ള ഒരു റെസ്റ്റ് ഹൗസ് പോലെയുള്ള ഒരു സംഭവം അവിടെയുണ്ട്. അപ്പോൾ അവിടെ താമസിക്കുന്നവരൊക്കെ എപ്പോഴും നല്ല ശുദ്ധവായു ശ്വസിച്ച് നല്ല ഫ്രൂട്ട്സുകളൊക്കെ നോക്കിയും കണ്ടും തിന്നിട്ടൊക്കെ അവിടെ താമസിക്കാൻ പറ്റും. അങ്ങനെയുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ഉള്ളത്. നമ്മൾ അവിടെ നിന്നും ഇങ്ങനെ ദൂരെ നടന്ന് പോവുകയെന്ന്. ഉച്ച വെയിലായതുകൊണ്ട് ഇത് ക്യാമറയിൽ തന്നെ ശരിക്കും ഈ വെയിലിൻ്റെ സൂര്യൻ്റെ ആ ഒരു ഇത് വരുന്നുണ്ട്, നിഴൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ നടന്ന് മുന്നോട്ട് പോയി. ഒരുപാട് ദൂരമാണ്. ഇത്രയും ദൂരം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. എന്നാലും വന്ന സ്ഥിതിക്ക് മുഴുവൻ കണ്ടേ പോവുമല്ലോ. വാഹനമുള്ളവർ എല്ലായിടത്തേക്കും ഉള്ളിലേക്ക് വാഹനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. പിന്നെ എന്നിട്ട് അവർ കുറച്ച് ദൂരം വാഹനം ഓടിച്ച് അവിടെ പാർക്ക് ചെയ്യേണ്ട സംവിധാനമുണ്ട്. അപ്പോൾ അവിടെ വാഹനം നിർത്തി അവർ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ട് പിന്നെ വീണ്ടും ആ വാഹനം എടുത്തിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് പോകും, കുറച്ച് ദൂരം അപ്പുറം കാണാനുള്ള സ്ഥലത്തേക്ക്. അങ്ങനെയാണ് അവരൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരു നല്ല കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുണ്ട്. ഉച്ചയ്ക്ക് വെയിലായതുകൊണ്ട് കുട്ടികളൊന്നും കളിക്കുന്നില്ല. വൈകുന്നേരം ആകുമ്പോൾ കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത്. പിന്നെ ഇവിടെ ഉള്ളത് പശുക്കളെ വളർത്തുന്ന ഒരു വലിയൊരു ഫാമുണ്ട്. കുറേ പശുക്കളുണ്ട്. ഇവിടുത്തെ ആവശ്യത്തിനൊക്കെ അവിടെ അവരെ ഇത് റെസ്റ്റോറൻറ്റിലൊക്കെ പിന്നെ പാലൊക്കെ ഉപയോഗിക്കുന്നത് ഇവിടുത്തെ തന്നെ അന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതാ ചക്കയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. വിയറ്റ്നാം വെള്ളി പോലെയുള്ള വേഗം ഉണ്ടാകുന്ന ചക്ക ഉണ്ടാകുന്ന അതുപോലെയുള്ള പ്ലാവുകളാണ് ഇതിൽ നിറച്ചും വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. പിന്നെ വലതുവശത്ത് കാണുന്നത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തോട്ടാണ്. മുഴുവൻ വലത് സൈഡിൽ ഡ്രാഗൺ ഫ്രൂട്ടാണ് കൂടുതലുള്ളത്. ഇത് അടുത്തടുത്തൊന്നല്ല കൃഷി ചെയ്യുന്നത്, ഒരുപാട് ദൂരം. കാരണം ഇത് ഒരുപാട് ഏക്കർ സ്ഥലങ്ങളാണ് ഇതിലുള്ളത്. പിന്നെ നടന്ന് മടുക്കുമ്പോൾ ഇരിക്കാനുള്ള ബെഞ്ചുകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ബെഞ്ചിലൊന്നും ഇരിക്കാൻ നിൽക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര വെയിലാണ്. നമ്മൾ മുന്നോട്ട് തന്നെ നടന്നു പോയി. പിന്നെ ഞങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളത് വള്ളിക്കുടലിൻ്റെ അടുത്താണ്. അവിടെ നല്ല സുഖം തോന്നി. അതുകൊണ്ട് അവിടെ കുറച്ച് സമയം അവിടെ നിന്നു. അവിടെ നിന്ന് പുറത്തേക്ക് നോക്കാൻ പറ്റുന്നില്ല, ഭയങ്കര വെയിലാണ് കേട്ടോ. പിന്നെ അതിന് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ് നടക്കുന്നത്.
ഇവിടെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെ. ഞായറാഴ്ച ഒഴിവ് ദിവസമൊക്കെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു ഫുഡെല്ലാം കഴിച്ചിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള നല്ല സ്ഥലമാണ്. നമ്മൾ കുറേ സമയമായി അവിടെ പാനിപ്പൂരിയൊക്കെ കഴിച്ചു, പിന്നെ ഒരു ഫ്രൈഡ് റൈസൊക്കെ കഴിച്ച് കുറേ സമയം അവിടെ വെയിൽ കുറയട്ടെ എന്ന് വെച്ച് കുറച്ച് സമയം ഇരുന്നു. ഇനി ഏകദേശം 3 മണി കഴിഞ്ഞില്ലേ, 3:30 ആകാനായി. ഇപ്പോൾ കുറച്ച് വെയിൽ കുറയാൻ തുടങ്ങി. അപ്പോൾ ബാക്കി സ്ഥലങ്ങളും കൂടി അപ്പുറത്തെ ഭാഗത്തൊക്കെ കാണാനുണ്ട്, അതെല്ലാം കാണാൻ. ഇവിടുത്തെ ആ വള്ളിക്കുടലിൻ്റെ ഉള്ളിലേക്ക് എന്തോ പ്രവേശനമില്ല, അവിടെ ഫ്രണ്ടിൽ പൂട്ടിയിരിക്കുകയാണ്. നമ്മളതിൻ്റെ മുമ്പ് നിന്നൊക്കെ നോക്കി അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് ധ്യാനം പിന്നെ യോഗയൊക്കെ ചെയ്യുന്ന സ്ഥലമാണെന്നാണ് തോന്നുന്നത്. ഒരു പ്രൈവറ്റായിട്ട് ഇത് മാറ്റി നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഔഷധ സസ്യങ്ങളും പിന്നെ മുളകൾ അങ്ങനെയുള്ളതൊക്കെയാണ്. കുറേ ഭാഗങ്ങളൊക്കെ കട്ടാക്കിയിട്ടാണ് ഉള്ളത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് എൻഡ് ഭാഗം അന്ന് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം ഇവിടെയാണ്. ഇവിടെ എത്തുമ്പോഴത്തേക്ക് വെയിലൊക്കെ പോയി കുറച്ച് ഒരു പിന്നെ ഒരു മങ്ങിയ ഒരു അവസ്ഥയിലേക്ക് എത്തി, ഒരു മഞ്ഞ് പോലെ. ഇവിടെ ഈ ലാസ്റ്റ് ഉള്ള ഈ സ്ഥലത്താണ് ഇവിടെ ഒരു ഈ കുടുംബ സംഗമം അങ്ങനെയുള്ള വലിയ പരിപാടികളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണിത്. രാവിലെ പരിപാടികളൊക്കെ അവിടെ നടന്നിട്ടുണ്ടായി, ആൾക്കാരൊക്കെ പോയതാണെന്ന് പറഞ്ഞു. ഉച്ചയാകുമ്പോഴത്തേക്ക് ഫുഡൊക്കെ കഴിച്ചവരങ്ങ് എല്ലാവരും പിരിഞ്ഞു പോയി. ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കാണ് ഇവിടത്തേക്ക് ആൾക്കാർ കൂടുതൽ വരിക. നമുക്ക് വൈകുന്നേരം വരെ നിന്നാലേ ബസ്സൊന്നും കിട്ടില്ല, അതുകൊണ്ട് നമ്മൾ നേരത്തെ പോകുന്നതാണ്. ഇവിടെ ഒരുപാട് ബെഞ്ചുകളൊക്കെ ഉണ്ട്, സിമെൻറ്റ് ബെഞ്ചുകൾ, ഇരുന്ന് കാറ്റ് കൊള്ളാനും നല്ല പറ്റിയ സ്ഥലമാണ്. നല്ല ഭംഗിയിലെ അറ്റ്മോസ്ഫിയർ. ആ തൊട്ടടുത്ത് കാണുന്ന ബിൽഡിങ്ങൊക്കെ ഇത് ആയുർവേദ ട്രീറ്റ്മെൻറ്റും അതുപോലെ തെറാപ്പിയ അങ്ങനെ അതൊക്കെ ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കൊന്നും കടന്നില്ല, കാരണം അവിടെ ഒരു വർക്കിംഗ് ആണ്, പെർമിഷൻ ചോദിക്കാതെ കൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇവിടെ വൈകുന്നേരം ഇരുന്ന് കാറ്റ് കൊള്ളാനൊക്കെ വളരെ നല്ല രസമുള്ളൊരു സ്ഥലമാണ്. ഇരിക്കാൻ നല്ല സൗകര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. വെയിലിൻ്റെ ചൂടിനൊന്നും ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ഈ സമയത്ത് പറ്റും, ഒരു 3:30-4 മണിയാകുമ്പോഴത്തേക്ക് പറ്റും, അല്ലെങ്കിൽ രാവിലെ ഇരിക്കണം. വീഡിയോ കൂടുതൽ ലെങ്ത് ആകുന്നത് കാരണം നമ്മൾ എല്ലാ സ്ഥലങ്ങളൊന്നും വിശദമായിട്ട് കാണിച്ചിട്ടില്ല. മെയിനായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നേരിട്ട് വന്ന് കാണുന്നവർക്ക് ശരിക്കും എല്ലാം കണ്ട് ആസ്വദിക്കാൻ പറ്റും. നമ്മൾ ക്ഷീണിച്ചു, നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അവിടെ നിന്ന് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഒരു പഴംപൊരിയും ചായയൊക്കെ വാങ്ങി കഴിച്ചു. ചായ അവിടുത്തെ പശുവിൻ്റെ പാലിൽ തന്നെ ഉണ്ടാക്കിയെന്നാണ് അവർ പറഞ്ഞത്. നല്ല ചായയായിരുന്നു. ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ. ഇത് മാവിൻ തോപ്പിൻ്റെ ഉള്ളിലല്ലേ ഇരിക്കുന്നത്, അപ്പോൾ അവിടുന്ന് എണീച്ച് വരാൻ തോന്നൂല. മെല്ലെ ചായ കുടിച്ചിട്ട് മെല്ലെ ഇറങ്ങിയിട്ടില്ലോ. നമ്മളിപ്പം പുറത്തിറങ്ങി നമ്മൾ അവിടുന്ന് തിരിച്ചു വരാൻ പോവുകയാണ്. കാരണം പിന്നെ നമുക്ക് ബസ് കിട്ടില്ല വൈകിപ്പോയാൽ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കൂടി കാണാം. എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിക്കുന്നു. ബൈ.